ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതാണ്. ഇനി മെയ് 4-ന് റിസൾട്ട് വരുന്നതോടുകൂടി അത് ഉറപ്പിക്കാനും സാധിക്കും. കാരണം കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇടത് സർക്കാരിന്റെ ഭരണം മൂലം കേരള ജനത നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒരു ഭരണമാറ്റം എന്തായാലും ഉണ്ടാകും. UDF തരംഗം തന്നെയാകും കേരളത്തിൽ കാണാൻ സാധിക്കുന്നതെന്നും UDF അധികാരത്തിൽ കയറുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളെല്ലാം തള്ളിയാണ് അദ്ദേഹം ഇത് സംസാരിച്ചത്. വളരെ ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. കൂടാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് ചില നടപടികളുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും അതിനിടയിൽ ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകൾ വഴിയാണ് പേരുകൾ പ്രചരിപ്പിക്കുന്നതെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഫലം വരുന്നതിനു മുൻപ് ഇത്തരം പരസ്യ പ്രചാരണങ്ങൾ നടത്തരുതെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളെയും മുതിർന്ന നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെയും വിമർശിച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സണ്ണി ജോസഫും രംഗത്ത് വന്നിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. എല്ലാവരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരും എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇലക്ഷൻ ഫലം അനുകൂലമാകുമെന്ന് കരുതുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ചർച്ചയുടെ സമയമായിട്ടില്ല. 4-ാം തീയതിയിലെ റിസൾട്ട് വരട്ടെ. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് ആരായും. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ച് ഒരു തീരുമാനം പറയും. ആ തീരുമാനം കോൺഗ്രസിലെ എല്ലാവരും അംഗീകരിക്കും. അതാണ് അതിന്റെ കീഴ്വഴക്കം. അതിനായിട്ട് കാത്തു നിൽക്കണം. അതിനിടയിൽ ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല. അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത പേരുകൾ ഉണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിനു മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കേസ് നയിക്കട്ടെ എന്നുള്ളതാണ് ഇന്നലെ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട അതിനുള്ളിൽ പതിയിരിക്കുന്നുമുണ്ട്. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയും. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ഇപ്പോൾ അസമയത്താണ്. കാരണം 4-ാം തീയതിയിലെ ഫലം വരട്ടെ. ഫലം വന്നു കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് വേദിയൊരുക്കും. ആ വേദിയിൽ പറയണം. പരസ്യമായിട്ടല്ല, മാധ്യമങ്ങളിലൂടെയല്ല, സോഷ്യൽ മീഡിയയിലൂടെയല്ല ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതെല്ലാം സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാവും. അതായത് രണ്ടാം നേതാക്കൾ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ നേതാക്കളൊന്നുമല്ല, മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പരസ്യമായി ഒരാളെ പിന്തുണച്ചുകൊണ്ട് അതും KC വേണുഗോപാൽ. ഞാൻ പറഞ്ഞല്ലോ, ആരാണെങ്കിലും പറയേണ്ട സമയത്തും പറയേണ്ട രീതിയിലുമാണ് പറയുന്നത് ഉചിതം. അതാണ് എന്റെ അഭിപ്രായം. അത് കൃത്യമായി കഴിഞ്ഞു. അതല്ല നമ്മളിപ്പോ പറയേണ്ടത്. ജനങ്ങളുടെ മുൻപിൽ കോൺഗ്രസ് വളരെ യോജിച്ച ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിന് അവസരം കിട്ടും. മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം അതിന് അവസരം കിട്ടും. ആ അവസരം ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. ഞാനൊരു പേരിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. ആ പേരുകളൊക്കെ പല പേരുകൾ വരാം. ആ പേരുകളൊക്കെ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം.